Now, Ohm's law. This is a very important topic. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ഓംസ് ലോ പറയുന്നത്. ഓംസ് ലോ പറയുന്നതാണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വോൾട്ടേജ് അപ്ലൈ ചെയ്താലേ അല്ലെങ്കിൽ EMF അപ്ലൈ ചെയ്താലേ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താലേ കറണ്ട് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കറണ്ട് കണ്ടക്ഷൻ, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന്, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാത്തമാറ്റിക്കലി വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: at constant temperature, the current passing through a conductor is directly proportional to the potential difference applied between its ends. At constant temperature, the current passing through a conductor is directly proportional to the voltage applied between its ends. സാധാരണ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. That is V is equal to I into R. R is a constant called resistance. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, V is equal to IR, where R is a constant called resistance. ഇതാണ് ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. ഓർ നമുക്കിവിടെ നിന്ന് R is equal to V by I എന്ന് എഴുതാം. We can define resistance. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം, denoted by the Greek letter. Unit of resistance is ohm. നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും with voltage along x-axis and current along y-axis. ഈ ഗ്രാഫിൽ the graph will be a straight line passing through origin. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യും വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. ഇതാണ് ഓംസ് ലോയുടെ ഗ്രാഫ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്നല്ല, പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഗ്രാഫ് വരച്ചാലും ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒറിജിനിലൂടെ പാസ് ചെയ്യും. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് നമ്മുടെ ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഈ ആംഗിളിന്റെ ടാൻജന്റിനാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡുണ്ട്. നമ്മൾ ഈ ലൈനിൽ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് താഴോട്ട് ചുമ്മാ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് എ എന്ന് കൊടുക്കുക, ഈ പോയിന്റിന് ബി എന്ന് കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഈ പോയിന്റ് സി എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്
എ ബി ബൈ ബി സി ആയിരിക്കും. സ്ലോപ്പ് ഈസ് എ ബി ബൈ ബി സി. വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. എ ബി ബൈ ബി സി. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല, അത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം, നമ്മൾ ഇങ്ങനെ ഓംസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 1 ബൈ സ്ലോപ്പ്. സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 1 ബൈ സ്ലോപ്പ്. സ്ലോപ്പിന്റെ ഈ കർവിന്റെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും റെസിസ്റ്റൻസ്. നമ്മൾ ഈ ഗ്രാഫ് വരച്ചത് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ്. ആ ഗ്രാഫാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. അപ്പോൾ ആ കണ്ടക്ടറിന്റെ, നമ്മൾ ഏത് കണ്ടക്ടറിലാണോ വോൾട്ടേജ് അപ്ലൈ ചെയ്തത്, നമ്മൾ ഏത് കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ആണോ സ്റ്റഡി ചെയ്തത്, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ഈ ഗ്രാഫിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓംസ് ലോയുടെ ഗ്രാഫ് തിരിച്ചു വരയ്ക്കാം എന്ന് പറഞ്ഞാൽ, നമുക്ക് വോൾട്ടേജ് ഇവിടെയും കറണ്ട് ഇവിടെയും പ്ലോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിലും ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. The graph will be a straight line passing through origin. പക്ഷെ ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ the resistance will be equal to slope. Resistance will be equal to slope. അപ്പോൾ നമ്മൾ ആ കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. If voltage is plotted along y axis and current along x axis, resistance of the conductor is equal to slope. But if voltage is plotted along x-axis and current along y-axis, then the resistance will be equal to reciprocal of the slope. Okay. ഇനി മറ്റൊരു കാര്യം, കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ കെ. കെ ഇസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഈസ് ഓൾസോ the reciprocal of unit of resistance. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, അതുകൊണ്ട് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് മോ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ. ഇങ്ങനെ പല യൂണിറ്റ്സ് നമ്മൾ കണ്ടക്ടൻസിന് ഉപയോഗിക്കാറുണ്ട്. മോ, ഓം ഇൻവേഴ്സ്, സീമൻ. റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി 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 പഠിക്കുന്നതിന് മുമ്പ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നറിയുക. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഒന്നാമതായിട്ട് അതിൻ്റെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടും, അല്ലെങ്കിൽ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. മറ്റൊന്ന്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു 1/a അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. മൂന്നാമതായിട്ട് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. നാലാമതായിട്ട് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഗോൾഡിന്റെ റെസിസ്റ്റൻസ് അല്ല സിൽവറിൻ്റെത്, സിൽവറിന്റെ റെസിസ്റ്റൻസ് അല്ല കോപ്പറിൻ്റെത്, കോപ്പറിന്റെ റെസിസ്റ്റൻസ് അല്ല അലുമിനിയത്തിൻ്റെത്, അലുമിനിയത്തിന്റെ റെസിസ്റ്റൻസ് അല്ല അയണിൻ്റെത്. അപ്പൊ ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ദീസ് ആർ ദ 4 factors on which resistance of a material depends. The resistance of a material is directly proportional to its length, which means as length increases, resistance also increases. The resistance of a material is inversely proportional to area of cross section, which means as area of cross section increases, resistance decreases. 3. The resistance of a conductor increases with increase in temperature. Resistance of a conductor increases with increase in temperature. 4. Resistance is different for different materials. നമുക്ക് റെസിസ്റ്റിവിറ്റിയിലേക്ക് തിരികെ വരാം. ഞാൻ അതിൽ ആദ്യത്തെ 2 പോയിന്റ്സ് എടുക്കുന്നു. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ 2 പോയിന്റ്സ് എടുക്കും. റെസിസ്റ്റൻസ് ഈസ് directly proportional to length, equation number 1. Resistance is inversely proportional to area of cross section, relation number 2. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, combining 1 and 2, കമ്പൈൻ ചെയ്യുമ്പോൾ resistance proportional to L/A. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് ഞാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാം, നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. R is equal to rho L/A. ഗ്രീക്ക് ലെറ്റർ റോ. ഈ റോയെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. R is equal to rho L/A. നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് അറിയണം, റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യണം. നമുക്ക് ആദ്യം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഞാൻ അതിനുവേണ്ടി റോയെ അവിടെ ഇടുന്നു, എ മേലിലോട്ട് കൊണ്ടുവരുന്നു, എല്ലിനെ താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു RA/L. ഇതിൽ നിന്ന് let this be relation number 3 and let this be relation number 4. Relation 4-ൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാം. എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. What is the unit of area of cross section? Meter square. What is the unit of length? It is meter. ഒരു മീറ്റർ ക്യാൻസൽ ആവും. And the unit of resistance is ohm meter. Resistivity, unit of resistivity is ohm meter. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഇനി റെസിസ്റ്റിവിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. സപ്പോസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണ് എന്ന് വിചാരിക്കുക. ലെങ്ത് 1 മീറ്റർ ആണ് എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4 എന്താവും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണ്,
ലെങ്ത് 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 എന്താവും? റോ ഈസ് ഈക്വൽ ടു ആർ. റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. എപ്പോൾ? when area of cross section is unity and length is unity. അപ്പോൾ ലെങ്ത് യൂണിറ്റി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിട്ടുള്ള, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി is the resistance of a conductor having unit length and unit area of cross section. യൂണിറ്റ് ലെങ്തും എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്തും, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി is defined as the resistance of a conductor having unit length and unit area of cross section. ഇനി കഴിഞ്ഞ ടോപ്പിക്കിൽ ഞാൻ കണ്ടക്ടൻസിനെ കുറിച്ച് പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ്. അതുപോലെ നമ്മളിവിടെ കണ്ടക്ടിവിറ്റിയെ കുറിച്ചുകൂടെ ഒന്ന് പറയണം. കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ്. അതുപോലെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ നമ്മൾ സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ റോ. സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ റോ. സിഗ്മ ഈസ് ഈക്വൽ ടു 1 ബൈ റോ. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി? It is the reciprocal of unit of resistivity. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അതുകൊണ്ട് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. The unit of conductivity is ohm inverse meter inverse.